ദില്ലിയിലെ പ്രധാനപ്പെട്ട സമരവേദി ജന്തർ മന്ദിറിലാണ് ഉള്ളത്. ജന്തർ മന്ദിറിൽ കഴിഞ്ഞ ദിവസം കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധം വലിയ തരത്തിൽ ശക്തമായി മുന്നോട്ട് പോയത് നമ്മൾ കണ്ടതാണ്. അന്ന് ഈ ബാരിക്കേഡുകളൊക്കെ മറിച്ചിട്ട് പ്രവർത്തകർ മുന്നോട്ട് പോകുന്ന കാഴ്ചയൊക്കെ ഉണ്ടായിരുന്നു. എന്താണെങ്കിലും സമരവേദി ജന്തർ മന്ദിറിൽ നിന്ന് CJP പ്രവർത്തകർ ഒഴിഞ്ഞതിന് പിന്നാലെ വീണ്ടും സമരവേദിയെ കൂടുതൽ സുരക്ഷാ വലയത്തിലേക്ക് ആക്കുകയാണ് ദില്ലി പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ കാണാൻ കഴിയും ദൃശ്യങ്ങളിൽ ഇവിടെ ചില ഈ ബാരിക്കേഡുകളെല്ലാം കൂട്ടിവെച്ചുകൊണ്ട് വെൽഡ് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു തരത്തിലും ബാരിക്കേഡുകൾ ഇനി മറിച്ചിടുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ബാരിക്കേഡുകളെ വലിയ കമ്പികൾ വെച്ചുകൊണ്ട് വെൽഡ് ചെയ്ത് ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഇതൊക്കെ ഒരു കയർ കൊണ്ട് കെട്ടുന്ന സാഹചര്യമൊക്കെ ആയിരുന്നു ഉണ്ടായത്. പലപ്പോഴും ആ കയറൊക്കെ ഭേദിച്ചുകൊണ്ട് ഇപ്പോഴത്തെ ഈ സുരക്ഷാ വലയൊക്കെ ഭേദിച്ചുകൊണ്ട് പ്രതിഷേധക്കാർ മുന്നോട്ട് പോകുന്ന കാഴ്ചയും അത് പിന്നീട് വലിയ തലവേദനയായി സർക്കാരിനും പോലീസിനും മാറുന്ന കാഴ്ചയും ഒക്കെ നമ്മൾ കണ്ടതാണ്. വലിയ തരത്തിൽ വെടിവെപ്പ് അതോടൊപ്പം തന്നെ ഗണ്ണൊക്കെ ഉപയോഗിച്ചു എന്നൊക്കെ വലിയ ആരോപണങ്ങളൊക്കെ നിൽക്കുന്ന സമയമാണ്. ലാത്തി ചാർജൊക്കെ നടത്തിയ ആരോപണം നിൽക്കുന്ന സമയമാണ്. എന്താണെങ്കിലും ജന്തർ മന്ദിറിലെ ഈ സമരവേദിയെ കൂടുതൽ ശക്തമാക്കിയാണ്, കൂടുതൽ നിയന്ത്രണങ്ങളെ കൊണ്ടുവരികയാണ് പോലീസ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ ഭാഗം നമുക്ക് ആ ഭാഗത്തേക്ക് നോക്കിയാൽ കാണാൻ കഴിയും. അവിടെയൊക്കെ ഏറെക്കുറെ വെൽഡിംഗ് ഒക്കെ പൂർത്തിയായി. ഇനിയിപ്പോൾ വന്ന് തള്ളിയിട്ടാലൊന്നും ഈ ബാരിക്കേഡ് മറിയാത്ത രീതിയിലേക്കാണ് ഇപ്പോൾ വെൽഡിംഗ് പൂർത്തിയാക്കിയിരിക്കുന്നത്. കാരണം ഒരു വലിയൊരു ആൾക്കൂട്ടം വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷേ ഇതൊക്കെ മറിച്ചിട്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നാണ് ദില്ലി പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിലെ സാഹചര്യം മൂലം മനസ്സിലാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വളരെ സ്ട്രോങ് ആയി നമുക്ക് കാണാൻ കഴിയും. ഈ ബാരിക്കേഡ് 3ഓളം വരുന്ന വലിയ കമ്പികൾ വെച്ച് വെൽഡ് ചെയ്ത് ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനം, ഇത്തരത്തിൽ ഇത് ശക്തിപ്പെടുത്തുന്ന പ്രവർത്തനം നടക്കുമ്പോഴും അവിടെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധമൊക്കെ നടക്കുന്നു എന്ന് പ്രധാനപ്പെട്ടതാണ്. അതായത് ജന്തർ മന്ദിർ കൂടുതൽ പ്രതിഷേധമൊക്കെ സാക്ഷിയാകാൻ ഉണ്ട് എന്ന സൂചനകൾ പല കോണുകളിൽ നിന്ന് വരുന്നു. ഇനിയിപ്പോൾ E20 പെട്രോളുമായി ബന്ധപ്പെട്ട പ്രതിഷേധമൊക്കെ ജന്തർ മന്ദിറിലേക്ക് വരാനുണ്ടെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ അയോധ്യ അടക്കമുള്ള വിഷയങ്ങളിൽ പ്രതിഷേധങ്ങൾക്ക് സാധ്യത. അപ്പം മറ്റ് പല വിഷയങ്ങൾ, കർഷകരുടെയൊക്കെ പ്രതിഷേധങ്ങൾ ഒപ്പം വേണ്ടി വന്നാൽ CJP തന്നെ ഇനി പ്രതിഷേധത്തിലേക്ക് വേണ്ടി വന്നാൽ ഇറങ്ങുമെന്ന മുന്നറിയിപ്പൊക്കെ സർക്കാർ നൽകുന്നത്. അതുകൊണ്ട് ഈ ജന്തർ മന്ദിർ ഭാവിയിലും വലിയ സമരവേദിയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് എന്താണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പോലീസിൻ്റെ ഭാഗത്തുനിന്നൊക്കെ കൂടുതൽ സുരക്ഷാ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ഇത്തരത്തിൽ ഈ ബാരിക്കേഡുകളൊക്കെ കൂടുതൽ വെൽഡ് ചെയ്ത് ശക്തിപ്പെടുന്ന സാഹചര്യമുണ്ട്. എന്താണെങ്കിലും ജന്തർ മന്ദിർ ദില്ലിയെ സംബന്ധിച്ച് എക്കാലത്ത് സമരങ്ങൾ നടക്കുന്ന പ്രധാനപ്പെട്ട സമരവേദിയാണ്. ആ സമരവേദി കൂടുതൽ സുരക്ഷ ഒരുക്കിക്കൊണ്ട് കൂടുതൽ മുൻകരുതൽ എടുക്കുകയാണ് ദില്ലി പോലീസ്. അതിൻ്റെ ഭാഗമായി വെൽഡിങ്ങുകൾ നടത്തുന്നു, മറ്റ് ക്യാമറകൾ സ്ഥാപിക്കുന്നു. അത്തരത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ ദില്ലി പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. ജന്തർ മന്ദിർ എന്ന വീഡിയോ ജേർണലിസ്റ്റ് അതുൽ ചന്ദ്രനൊപ്പം റിപ്പോർട്ടർ നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, ദില്ലി.